ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. യുദ്ധകാന്ഡം. ലക്ഷ്മണനും രാവണനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല. സംഗതിവശാൽ രാവണായുധം ലക്ഷ്മണന് ഏൽക്കേണ്ടി വരികയാണ് ചെയ്തത്. രാവണന്റെ സ്വന്തം അനുജനായ വിഭീഷണൻ ശത്രുവായ രാമചന്ദ്രന്റെ അടുത്ത് നിന്ന് രാവണന്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും ശത്രുവിനു ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല കേകസി പുത്രന്. ശത്രുവിലും വലിയ ശത്രു ബന്ധുഭാവത്തിലുള്ള ശത്രുവായ വിഭീഷണൻ ആണെന്ന് ബോധ്യമായി. അതിനാൽ രാമനെയല്ല വിഭീഷണനെയാണ് ആദ്യം കൊല്ലേണ്ടതെന്നും തീർച്ചപ്പെടുത്തി. അതിനുവേണ്ടി വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചതായിരുന്നു ശക്തി എന്ന തീക്ഷ്ണായുധം. മണ്ഡോദരിയെ വിവാഹം കഴിച്ചപ്പോൾ മണ്ഡോദരി പിതാവായ മയൻ അനേകം പദാർത്ഥങ്ങൾ സ്ത്രീധനമായി കൊടുത്ത കൂട്ടത്തിൽ കൊടുത്ത ദിവ്യായുധമാണ് ശക്തി. എവിടെയും അതിന് മടക്കമില്ല. ലക്ഷ്യത്തിൽ ചെന്ന് തറച്ച് ലക്ഷ്യത്തെ ഭേദിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മഹായുധമാണ് വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചതും. വിഭീഷണനെ ലക്ഷ്യമാക്കി വരുന്ന അപ്രതിഹതമായ ആ മഹാസ്ത്രത്തെ കണ്ട് അതിൽ നിന്ന് ദത്താഭയനായ വിഭീഷണനെ രക്ഷിക്കാൻ ചെന്നതായിരുന്നു സൗമിത്രി. അതാണ് ലക്ഷ്മണന് രാവണായുധമേൽക്കാൻ ഇടവന്നത്. ആയുധം ഏറ്റതോടെ പ്രജ്ഞയെറ്റ് ഭൂമിയിൽ പതിച്ചു സുമിത്രാപുത്രൻ. ഉടനെ വീണ ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാൻ നോക്കി രാവണൻ. പക്ഷെ അത് സമ്മതിച്ചില്ല ഹനുമാൻ. രാവണനെ തട്ടി നീക്കി ലക്ഷ്മണനെയും എടുത്തുകൊണ്ട് ശിബിരത്തിലേക്ക് ഓടി ഹനുമാൻ. സമയം സന്ധ്യയായതിനാൽ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു സംഘത്തിലെ സൈന്യങ്ങളും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ലക്ഷ്മണന്റെ മോഹാലസ്യം വാനര സൈന്യത്തെ മുഴുവൻ നിശ്ചേഷ്ടമാക്കി തീർത്തു. അന്തരീക്ഷം മുഴുവൻ ആകപ്പാടെ ഒരു നിരാശ കൊണ്ടാവരണം ചെയ്യപ്പെട്ടു. സൈനിക വൈദ്യനായ സുഷേണൻ ലക്ഷ്മണനെ വിദഗ്ധ പരിശോധന ചെയ്തു. ഗന്ധമാദന പർവ്വതത്തിലെ കൊടുമുടിയിലെ ഔഷധങ്ങളെ തന്നെയാണ് അപ്പോഴും അദ്ദേഹം വിധിച്ചത്. അത് പണ്ടത്തെ മാതിരി തന്നെ ഉദയത്തിന് മുമ്പ് കിട്ടുകയും വേണം. അത് കൊണ്ടുവരാൻ പോവേണ്ടത് ആരെന്ന സംശയമേ ഉണ്ടായില്ല. ഒരിക്കൽ പോയി വന്ന പരിചയമുള്ള ആളാണല്ലോ വായുപുത്രൻ. മറ്റാർക്കും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ദൂരം പോയി വരാൻ സാധ്യവുമല്ല. അതിനാൽ ചോദ്യം കൂടാതെ തന്നെ അഞ്ജനാപുത്രൻ ഔഷധാഹരണത്തിന് പുറപ്പെട്ടു പോയി കഴിഞ്ഞു. ഇതിനിടയിൽ രസകരമായൊരു സംഭവം ഉണ്ടായി. രാവണൻ യുദ്ധം നിർത്തി അരമനയ്ക്ക് പോയ ഉടനെ തന്നെ 2 ചാരന്മാരെ പറഞ്ഞയച്ചു. അവർ കപട വേഷവും ധരിച്ച് ഗൂഢമായി വാനര പാളയത്തിൽ പോയി അവരുടെ സംരംഭങ്ങൾ എല്ലാം അറിഞ്ഞു വന്ന് രാവണനെ ധരിപ്പിച്ചു. ഹനുമാൻ ഔഷധാഹരണത്തിനു വേണ്ടി ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നും ഔഷധവും കൊണ്ട് പ്രഭാതത്തിനു മുമ്പ് മടങ്ങി വരണമെന്നും ഇല്ലെങ്കിൽ ലക്ഷ്മണൻ മരിക്കുമെന്നും പ്രഭാതത്തിനു മുമ്പ് ഔഷധവും കൊണ്ട് ആഞ്ജനേയൻ മടങ്ങിയെത്തിയാൽ ലക്ഷ്മണൻ ജീവിക്കുമെന്നും രാവണന് മനസ്സിലായി. എന്നാൽ എങ്ങനെയെങ്കിലും വഴിക്ക് കുറച്ചു സമയം ഹനുമാനെ താമസിപ്പിച്ചാൽ ലക്ഷ്മണൻ മരിക്കുമെന്നും അതോടെ ശത്രുവിന്റെ ശക്തി ക്ഷയിക്കുമെന്നും രാവണന് ബോധ്യമായി. അതിനാൽ ഉടനെ അതിനു വേണ്ടുന്ന ഏർപ്പാട് ചെയ്യാൻ തീർച്ചപ്പെടുത്തി. തന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട കാലനേമി എന്ന് പേരായൊരു വൃദ്ധനുണ്ട്. വൃദ്ധനാണെങ്കിലും ബഹു രസികനാണ്. എന്ത് വേഷം കെട്ടാനും എന്ത് ചെയ്യാനും മടിയില്ല. വളരെ വേഗത്തിൽ കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ഓടി രാവണൻ. വളരെ നിഗൂഢമായി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. രാവണ ചക്രവർത്തിയെ യാത്രയാക്കി കാലനേമി വായുവേഗത്തിൽ ആകാശത്തൂടെ നേരെ വടക്കോട്ട് തിരിച്ചു. വായുപുത്രനെ പോലും വേഗതയിൽ തോൽപ്പിച്ചു കാലനേമി ഹനുമാന് മുൻപേ ഹിമാലയത്തിലെത്തി. വായുപുത്രനും ആലസ്യമില്ലാതെ വടക്കോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിന്റെ കൊടുമുടികളുടെ ഇടയിൽ കൂടെ പണ്ട് താൻ പോയ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരിടത്ത് പണ്ട് താൻ കണ്ടിട്ടില്ലാത്ത ഒരാശ്രമവും അവിടെ വൃദ്ധനായ ഒരു തപസ്വിയും 1-2 ശിഷ്യന്മാരും ഒക്കെ ഉള്ളതായി കണ്ടു. ആഞ്ജനേയന് ആശ്ചര്യം തോന്നി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഇതേ മാർഗത്തിൽ കൂടി വന്നതായിരുന്നു. അന്നിവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര വേഗം എങ്ങനെയാണ് ഇവിടെ ഒരാശ്രമം മറ്റുമുണ്ടായതെന്ന് ആലോചിച്ചു. വല്ല യോഗീശ്വരന്മാരുമായിരിക്കാം. സങ്കല്പം മാത്രം കൊണ്ട് എന്തും സാധിക്കുന്ന അവർക്കെന്തിനാണ് വിഷമം എന്നൊക്കെ കരുതി മാരുതി പിന്നീട് അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിച്ചതുമില്ല. അസഹ്യമായ ദാഹവും ക്ഷീണവും തോന്നിയതിനാൽ
കുറച്ച് വെള്ളം കുടിച്ചു പോവാമെന്ന് വെച്ച് പുതിയതായി കണ്ട ആശ്രമത്തിലേക്ക് കയറി ചെന്നു. രാവണ പ്രേരിതനായ കാലനേമിയായിരുന്നു അവിടെ ആചാര്യനായി ഇരുന്നത്. ഹനുമാനെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ ഓടി അടുത്തു വന്നു എതിരേറ്റു കൂട്ടിക്കൊണ്ടുവന്നു. വലിയൊരു സിദ്ധന്റെ ഭാവത്തിൽ ആഞ്ജനേയനോട് പല വർത്തമാനങ്ങളും പറയാൻ തുടങ്ങി. മൂർച്ഛിതനായ ലക്ഷ്മണനെ ഉണർത്താൻ വേണ്ടി ഔഷധത്തിന് പുറപ്പെട്ടതാണെന്നും ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോവുകയാണെന്നുമുള്ള ഹനുമാന്റെ തൽക്കാല സ്ഥിതിയെ ആദ്യം തന്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് അറിഞ്ഞതായി വ്യക്തമാക്കി. അനന്തരം ലക്ഷ്മണന്റെ അസ്വാസ്ഥ്യമൊക്കെ തീർത്ത് എഴുന്നേറ്റുവെന്നും അതിനാൽ ഇനി പോവാൻ ബന്ധപ്പെടേണ്ടതില്ലെന്നും വിശ്രമിച്ച് സാവകാശത്തിൽ പോയാൽ മതിയെന്നും പറഞ്ഞു. വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തു കഴിഞ്ഞാൽ ഔഷധം കണ്ടുപിടിക്കാനുള്ള മന്ത്രം ഉപദേശിക്കാമെന്നും പറഞ്ഞു. നിഷ്കളങ്കനായ ആഞ്ജനേയൻ യോഗീശ്വരന്റെ വാക്കുകളിൽ കപടമുണ്ടോ എന്ന് സംശയിച്ചതേ ഇല്ല. അതിനാൽ വളരെ ശ്രദ്ധയോടെ അടുത്തുള്ള പൊയ്കയിലേക്ക് വെള്ളം കുടിക്കാൻ പോയി. പൊയ്കയിലിറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഒരു വലിയ മുതല കാലിൽ കടിച്ചു. ക്രുദ്ധനായ വായുപുത്രൻ അതിന് ഒരു ചവിട്ട് കൊടുത്തു. മുതല പെട്ടെന്ന് ഒരു വിദ്യാധരനായി മാറി. ശാപം കൊണ്ട് മുതലായി തീർന്ന ഒരു വിദ്യാധരനായിരുന്നു ആ ജലജന്തു. ഹനുമാന്റെ പാദസ്പർശമേറ്റതോടെ ശാപമോചനം വന്ന് പൂർവ്വ സ്വരൂപത്തെ പ്രാപിച്ചു. ആഞ്ജനേയനെ സ്തുതിച്ച് നമസ്കരിച്ച് അനുവാദവും വാങ്ങി പോകുമ്പോൾ കാലനേമിയുടെ കാപട്യത്തെയും പറഞ്ഞുകൊടുത്തു വിദ്യാധരൻ. അത് കേട്ടതോടെ ഹനുമാന്റെ കോപം ജ്വലിച്ചു. ക്രുദ്ധനായ മാരുതി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കാലനേമിയാകുന്ന അഭിനവ യോഗീശ്വരന്റെ അടുത്തെത്തി ദക്ഷിണ വാങ്ങി മന്ത്രോപദേശം ചെയ്യാൻ തയ്യാറായിരുന്ന ഗുരുവര്യന്റെ ശിരസിൽ മുഷ്ടി പ്രഹരമാകുന്ന ദക്ഷിണ കൊടുത്തു യമലോകത്തെത്തിച്ച് അതിവേഗത്തിൽ ഗന്ധമാദനത്തിന്റെ കൊടുമുടിയിലേക്ക് കുതിച്ചു വായുപുത്രൻ. ദ്രോണ പർവ്വതമെന്ന് പ്രസിദ്ധമായ ആ പർവ്വത ശിഖരത്തെ വീണ്ടും അടിയോടെ പുഴക്കി കയ്യിലെടുത്ത് ക്ഷണനേരം കൊണ്ട് ലങ്കയിലെത്തി. സുഷേണ വൈദ്യൻ അതിൽ നിന്ന് ആവശ്യമുള്ള മരുന്നുകളെ പറിച്ചെടുത്തു. നിമിഷ നേരം കൊണ്ട് സുമിത്രാപുത്രന് സുബോധമുണ്ടാക്കി തീർത്തു. ലക്ഷ്മണൻ ഉയർന്നെഴുന്നേറ്റതോടെ വാനരസംഘം ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഴക്കി. ഹനുമാൻ വീണ്ടും ദ്രോണപർവ്വതത്തെ യഥാസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. രാവണൻ വളരെ സാഹസപ്പെട്ടെങ്കിലും ഉദ്ദേശം സാധിച്ചില്ലെന്ന് മാത്രമല്ല കാലനേമിക്ക് ആപത്ത് വന്നു ചേരുക കൂടി ചെയ്തു എന്നറിഞ്ഞ് വളരെ പരിതപിച്ചിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. യുദ്ധത്തിന് പോവാതെ വയ്യ. മറ്റാരെയും പറഞ്ഞയക്കാനുമില്ല. പോയവരാരും മടങ്ങി വന്നില്ല. എല്ലാവരും മരിച്ചു. താൻ മാത്രമേ ബാക്കിയുള്ളൂ. തന്റെ സ്ഥിതിയും എന്താവുമോ എന്നറിഞ്ഞുകൂടാ എന്നൊക്കെ വിചാരിച്ച് നിരാശ കൊണ്ട് തപ്തനായിക്കൊണ്ട് അന്നും പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെയും നയിച്ചു പോയി. വൈകുന്നേരം വരെ ഭയങ്കരമാവണ്ണം യുദ്ധം ചെയ്തു. കൊണ്ടുപോയിടത്തോളം സൈന്യങ്ങളും ആയുധങ്ങളുമെല്ലാം നശിച്ച് നിരാശരായിട്ടാണ് വൈകുന്നേരം പോർക്കളത്തിൽ നിന്നും മടങ്ങി പോന്നത്. അവസാനം ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് തീർച്ചപ്പെടുത്തി. വേഗത്തിൽ ശുക്രാചാര്യനടുക്കൽ ചെന്ന് മന്ത്രോപദേശം വാങ്ങി രാത്രിയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ഗുഹയ്ക്കുള്ളിലിരുന്ന് ആഭിചാര ഹോമം ചെയ്യാൻ തുടങ്ങി. അതും കണ്ടുപിടിച്ചു വാനരന്മാർ. ഉടനെ അവർ നികുംഭിനി എന്ന് പറയുന്ന ഹോമസ്ഥലത്ത് ചെന്ന് ഗുഹയൊക്കെ കുത്തിപ്പൊളിച്ച് രാവണനെ പിടിച്ചു വലിച്ച് ഹോമകുണ്ഡം മലിനപ്പെടുത്തി അഗ്നിയൊക്കെ തല്ലിക്കെടുത്തി ആഭിചാര ഹോമത്തെ തകർത്തു പോന്നു. അതും രാവണനെ പൂർവാധികം ഇച്ഛാഭംഗപ്പെടുത്തി. ഇനി എന്തായിട്ടും കാര്യമില്ല, എല്ലാം നശിച്ചു. താനും നശിക്കാൻ പോകുന്നുവെന്ന് ബോധ്യമായി രാവണന്. അന്നും യുദ്ധത്തിന് തയ്യാറായി. ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ അധികം ആരുമില്ല. യാത്രയയക്കാൻ പോലും ആരുമില്ലാതായി. മണ്ഡോദരിയോട് യാത്രയും പറഞ്ഞ് അന്നും പതിവ് പോലെ യുദ്ധത്തിന് പോർക്കളത്തിലെത്തി. ഉള്ള ആയുധങ്ങളെയും സൈന്യങ്ങളെയും മുഴുവൻ കൊണ്ടുപോയി. അന്നത്തേത് രാവണന്റെ അവസാന യുദ്ധമായിരുന്നു. അന്ന് വൈകുന്നേരം രാവണന് അരമനയിലേക്ക് മടങ്ങേണ്ടി വന്നില്ല. എങ്കിലും ശ്രീരാമചന്ദ്രനും വളരെയൊക്കെ സാഹസപ്പെടേണ്ടി വന്നു രാവണനെ കൊല്ലാൻ. ദേവചക്രവർത്തിയായ ഇന്ദ്രൻ തേരും ആയുധങ്ങളും അയച്ചു കൊടുത്തു. അഗസ്ത്യ മഹർഷി വന്നു മന്ത്രോപദേശം ചെയ്തു. വിഭീഷണൻ രാവണന്റെ സകല മർമ്മങ്ങളെയും പറഞ്ഞു കൊടുത്തു. ഇത്രയൊക്കെ ആയിട്ടും വളരെ സാഹസപ്പെടേണ്ടി വന്നു. എങ്കിലും അവസാനം വൈകുന്നേരം ഇന്ദ്രാസ്ത്രം കൊണ്ട് മാറ് പിളർന്ന് ദശകണ്ഠൻ ഭൂമിയിൽ പതിച്ചു. അതോടെ യുദ്ധവും അവസാനിച്ചു. വിഭീഷണനെ കൊണ്ട് മരിച്ചവരുടെ അനന്തര കൃത്യങ്ങളൊക്കെ ചെയ്യിച്ചു. അനന്തരം വിഭീഷണനെ രാക്ഷസ ചക്രവർത്തിയായി അഭിഷേകം കഴിച്ചു. സീതാദേവി അഗ്നി പരിശുദ്ധയാക്കി പരിവാരങ്ങളോടുകൂടി ഭഗവാൻ ലങ്കയിൽ നിന്ന് മടങ്ങാനുള്ള ഒരുക്കമായി. അപ്പോഴേക്കും വനവാസത്തിന്റെ നിശ്ചിത കാലമാകുന്ന 14 കൊല്ലം അവസാനിക്കാൻ 1 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ
വഴിക്കെവിടെയും താമസിക്കാതെ നേരിട്ട് അയോധ്യയ്ക്ക് തന്നെ മടങ്ങാൻ തീർച്ചപ്പെടുത്തി. രാവണൻ പലരോടും പലതും തട്ടിപ്പറിച്ച് വാങ്ങിയ കൂട്ടത്തിൽ വൈശ്രവണന്റെ പുഷ്പക വിമാനവും ഉണ്ടായിരുന്നു. അത് അപ്പോഴും ലങ്കയിൽ തന്നെ ഉണ്ട്. സദ്വൃത്തനായ വിഭീഷണന് ആരുടെയും ഒന്നും ആവശ്യമില്ല. അതിനാൽ അദ്ദേഹം പട്ടാഭിഷിക്തനും സിംഹാസാരൂഢനും ആയ ഉടനെ തന്നെ അന്യന്റെ വസ്തുക്കളെയെല്ലാം തിരിച്ച് ഏൽപ്പിക്കാനാണ് ഒരുങ്ങിയത്. അക്കൂട്ടത്തിൽ പുഷ്പക വിമാനത്തെ വൈശ്രവണനും തിരിച്ചയക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാന്റെയും പരിവാരങ്ങളുടെയും യാത്രാ വൃത്താന്തം അറിഞ്ഞത്. എന്നാൽ അവരെല്ലാവരും വിമാനത്തിൽ കയറിപ്പോയിക്കൊള്ളട്ടെ എന്ന് കരുതി വിഭീഷണൻ ഭഗവാനെയും അവിടുത്തെ എല്ലാ പരിജനങ്ങളെയും വിമാനത്തിൽ കയറ്റിയിരുത്തി. ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വിഭീഷണനും അയോധ്യയിലേക്ക് പോവാനായി അവരോടുകൂടി വിമാനത്തിൽ കയറിയിരുന്നു. ആകാശമാർഗത്തൂടെ ഓരോ സ്ഥലങ്ങളെ കണ്ട് കണ്ട് ക്രമേണ വളരെ കുറച്ച് സമയം കൊണ്ട് ഭരദ്വാജ മഹർഷിയുടെ പുണ്യാശ്രമത്തിൽ വന്നിറങ്ങി. മഹർഷിയുടെ അപേക്ഷാപ്രകാരം എല്ലാവരും അന്ന് അവിടെ താമസിച്ചു. അന്നാണ് വനവാസത്തിന് നിശ്ചയിച്ച 14 കൊല്ലം തികയുന്ന ദിവസം. പിറ്റേന്ന് പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രനെത്തിയ വിവരം അറിയാത്ത പക്ഷം ഭരതൻ അഗ്നിപ്രവേശം ചെയ്തേക്കുമോ എന്ന് പോലും സംശയമുണ്ട്. അതിനാൽ അങ്ങനെയുള്ള അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അന്ന് തന്നെ നന്ദിഗ്രാമത്തിൽ പോയി ഭഗവാനും പരിവാരങ്ങളും മടങ്ങിയെത്തിയ വിവരം ഭരതനെയും ശൃംഗിവേരപുരത്തിൽ പോയി ഗുഹനെയും അറിയിക്കാനായി ഹനുമാനെ പറഞ്ഞയച്ചു. ശ്രീരാമചന്ദ്രന്റെ ആഗമന വാർത്തയറിഞ്ഞ ഭരതൻ സന്തോഷഭരിതനായി അയോധ്യയിലേക്ക് ചെന്ന് ഭഗവാനെ സ്വീകരിക്കാനും പട്ടാഭിഷേകത്തിനും വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രൻ തന്റെ ഒരുമിച്ചുള്ള എല്ലാ പരിവാരങ്ങളോടും കൂടി പുഷ്പക വിമാനത്തിൽ കയറി ഭരദ്വാജാശ്രമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോയി. 14 കൊല്ലങ്ങളായി പല ദുഃഖങ്ങളെയും അനുഭവിച്ച് സന്തോഷം എന്തെന്നറിയാതിരുന്ന അയോധ്യ അന്നാദ്യമായി സന്തോഷ സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചു. അനന്തരം ശുഭമുഹൂർത്തത്തിൽ ദേവന്മാരുടെയും ഋഷികളുടെയും മനുഷ്യരുടെയും മധ്യത്തിൽ വെച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പട്ടാഭിഷിക്തനായി. ശ്രീരാമചന്ദ്രന്റെ ധർമ്മനിബദ്ധമായ ഭരണപാഠവും കൊണ്ട് എല്ലാ സുഖസമാധാനങ്ങളും കോസലത്തിനു വേണ്ട ലോകത്തിലൊട്ടാകെ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെയാണ് യുദ്ധകാന്ഡം അവസാനിക്കുന്നത്. നിഗൂഢങ്ങളായ അധ്യാത്മ തത്വങ്ങളെ പലതും പരോക്ഷ രൂപേണ കഥാഗോളത്തിൽ സമർത്ഥമാവണ്ണം ഘടിപ്പിച്ചിട്ടുണ്ട്. തീവ്രവൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും തത്വവിചാരം കൊണ്ട് വസ്തുബോധവും വന്ന ഒരു ഉത്തമ സാധകന്റെ സാധനാനുഷ്ഠാനത്തോടെയാണ് യുദ്ധമായി ഉപന്യസിച്ചിരിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. ശ്രുതിവാക്യങ്ങളാകുന്ന വാനരന്മാരുടെ സഹായത്തിൽ കൂടെ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ഒളിപ്പിച്ച ശത്രുക്കളെ കണ്ടുപിടിച്ച് അവരെ ജയിക്കലാണല്ലോ സാധിക്കേണ്ടിയിരിക്കുന്നത്. അതുതന്നെ യുദ്ധവും. രജോ ഗുണവും തമോ ഗുണവുമാകുന്ന മായ സ്വരൂപങ്ങൾ തന്നെ ശത്രുക്കൾ. അവയെ തന്നെയാണ് രാവണനും കുംഭകർണനുമായി പറഞ്ഞിരിക്കുന്നത്. രജസ് തമസുകൾക്ക് അനവധി സ്വരൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ അനേകം സംസ്കാരങ്ങൾ അവയിൽ നിന്ന് പൊന്തുന്നുണ്ട്. അവയെ തന്നെയാണ് രാക്ഷസന്മാരായും മറ്റും ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രസ്തുത ഗുണങ്ങളെ നശിപ്പിച്ചാൽ പിന്നെ മറ്റു സംസ്കാരങ്ങളൊന്നും ബാക്കിയാവുന്നില്ല. രാവണ കുംഭകർണന്മാരെ നശിപ്പിച്ചാൽ യുദ്ധം തന്നെ അവസാനിച്ചു, പിന്നെ ശത്രു തന്നെയില്ല. അപ്പോൾ സാധകന് തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം ചെയ്യുന്ന ശത്രുക്കൾ ഗുണങ്ങൾ തന്നെ. അവയുടെ വിജയം തന്നെ സാധനയുടെയും വിജയം. എന്നാൽ പ്രതിബന്ധ ബഹുളമായ സംസാരത്തിൽ നിന്ന് നിവൃത്തനാണ് സാധകൻ എന്നിരുന്നാലും ശരീരമുള്ളിടത്തോളം കാലം പല പ്രതിബന്ധങ്ങളും ഉണ്ടാവാം. അവയ്ക്കൊക്കെ അപ്പോഴപ്പോൾ തന്നെ നിവൃത്തിയും വരണം. അതാണ് യുദ്ധമധ്യത്തിലെ മോഹാലസ്യവും ഔഷധാഹരണവും ഒക്കെ. ഏതായാലും പ്രതിബന്ധങ്ങൾ നീങ്ങി ബ്രഹ്മവിദ്യ പ്രകാശിച്ചാൽ, രാവണാദികളെ കൊന്ന് സീതയെ പ്രാപിച്ചാൽ ആധ്യാത്മജ്ഞാന സാമ്രാജ്യത്തിൽ അഭിഷിക്തനായി.